2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലെ മണ്ഡലങ്ങളെ ജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ മൂന്നായി തിരിച്ച് AICC രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട സർവേ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. ABC ക്ലാസുകളായിട്ടാണ് മണ്ഡലങ്ങൾ തിരിച്ചിരിക്കുന്നത്. ജയസാധ്യത തീരെ കുറഞ്ഞ മണ്ഡലങ്ങളെയാണ് C ക്ലാസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 140 മണ്ഡലങ്ങളിൽ 30 മണ്ഡലങ്ങളാണ് AICC ഇത്തരം ക്ലാസുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ മണ്ഡലങ്ങളിൽ കുറഞ്ഞത് 20 എണ്ണത്തിലെങ്കിലും ജയം പിടിക്കാൻ സാധിച്ചാൽ കോൺഗ്രസിന് വലിയ പ്രതീക്ഷകളാണ് വരുന്നത്. 3 മാസം നീണ്ടുനിന്ന സർവേകളിൽ C ക്ലാസ് മണ്ഡലങ്ങൾ വളരെ കൃത്യമായി കണ്ടെത്തുന്നതിനാണ് ഏറെ സമയം ചെലവഴിച്ചത്. മണ്ഡലങ്ങളിൽ രഹസ്യ സർവേ നടത്തിയാണ് C ക്ലാസ് മണ്ഡലങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. ഇവിടെ ജനപ്രതിനിധിയുമായുള്ള മികച്ച യുവനേതാക്കളെ അണിനിരത്തി ഈ മണ്ഡലങ്ങൾ പിടിക്കണമെന്നാണ് ദേശീയ കോൺഗ്രസ് കമ്മിറ്റി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിൽ തന്നെ വളരെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്നാണ് കോതമംഗലം. C ക്ലാസ് വിഭാഗത്തിൽ കോൺഗ്രസ് കോതമംഗലത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഈ മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇടുക്കിയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന ഏതെങ്കിലും ഒരു സീറ്റ് വിട്ടുകൊടുത്ത് പകരം എറണാകുളം ജില്ലയിലെ അതിർത്തി മണ്ഡലമായ കോതമംഗലം പിടിച്ചെടുക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും ഉറച്ച കോട്ടയായ എറണാകുളം ജില്ലയിൽ തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് കോതമംഗലം അനായാസം ജയിക്കാനാകുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. 2011 വരെ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് TU കുരുവിളയാണ് ഇവിടെ ജയിച്ചു കയറിയത്. എന്നാൽ 2016 CPM ആന്റണി ജോണിലൂടെ കോതമംഗലം തങ്ങൾക്കൊപ്പം നിർത്തി. 19,000-ലേറെ വോട്ടുകൾക്കായിരുന്നു അന്ന് ആന്റണി ജോൺ വിജയിച്ചത്. പിന്നാലെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുരുവിളയെ മാറ്റി വ്യവസായി ഷിബു തെക്കുംപുറത്തിന് ജോസഫ് വിഭാഗം അവസരം നൽകിയെങ്കിലും ആന്റണിയിലൂടെ തന്നെ LDF ആ മണ്ഡലം നിലനിർത്തി. അതേസമയം ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചാണ് ഷിബു തെക്കുംപുറം കീഴടങ്ങിയത്. 19,000 വോട്ടിന്റെ ഭൂരിപക്ഷം 2016 ഉണ്ടായിരുന്നിടത്ത് നിന്ന് വെറും 6,000-ൽ പരം വോട്ടുകൾക്കാണ് ആന്റണി ജോൺ കടന്നുകൂടിയത്. തുടർച്ചയായി 2 തോൽവികൾ നേരിട്ടതോടെ ഈ സീറ്റ് കേരള കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോണിനാണ് ഇവിടെ പാർട്ടി സാധ്യത കൽപ്പിക്കുന്നത്. ആദിവാസി ഭൂമി പ്രശ്നവും വന്യമൃഗ ഭീഷണി കൊണ്ടെല്ലാം വലഞ്ഞിരിക്കുന്ന മലയോര ജനതയാണ് കോതമംഗലത്തുള്ളത്. ഇവിടെ നേരത്തെ തന്നെ പല പൊതുപരിപാടികളിലൂടെയും ജിൻഡോ ജോൺ സുപരിചിതനാണ്. മാത്രമല്ല ചാനൽ ചർച്ചയിൽ കോൺഗ്രസിൻ്റെ മുഖമാണ്. അതിശക്തമായ പോരാട്ടമാണ് ജിൻഡോ ജോൺ ചാനൽ ചർച്ചകളിൽ കാഴ്ചവെക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിന് അദ്ദേഹം പ്രിയപ്പെട്ടവനുമാണ്. കൈപ്പത്തി അടയാളത്തിൽ നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് മാറ്റുകൂട്ടുമെന്ന് കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ടാണ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുന്നത്. ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ സർക്കാരിനെതിരെയുള്ള പല പോരാട്ടങ്ങളും നയിക്കുന്നതും ജിൻഡോ അടങ്ങിയ യൂത്ത് കോൺഗ്രസ് നേതൃത്വമാണ്. മണ്ഡലത്തിൽ സുപരിചിതനായ ജിൻഡോയിലൂടെ കോൺഗ്രസ് കോതമംഗലത്ത് ഉറച്ച വിജയപ്രതീക്ഷയാണ് കാണുന്നത്. 2 തവണ MLA ആയ ആന്റണി ജോണിനെ മാറ്റി മറ്റൊരു നേതാവിന് ഇക്കുറി CPM അവസരം നൽകിയേക്കുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ പുതുമുഖങ്ങളുടെ പോരാട്ടത്തിന് ഇക്കുറി കോതമംഗലം മണ്ഡലം സാക്ഷ്യം വഹിക്കും. അതേസമയം കേരള കോൺഗ്രസിലെ ജേക്കബ് വിഭാഗം കോതമംഗലത്തിനായി രംഗത്ത് വന്നിട്ടുണ്ട്. ചെയർമാൻ അനൂപ് ജേക്കബ് MLA ഇക്കാര്യം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. എന്നാൽ UDF ഉറപ്പിക്കുന്ന ഈ മണ്ഡലം ജേക്കബ് ഗ്രൂപ്പിന് വിട്ടു നൽകാൻ ഒരുക്കമല്ല എന്ന് പ്രാദേശിക നേതൃത്വം തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. C ക്ലാസ് മണ്ഡലമായതുകൊണ്ട് തന്നെ എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന്റെ ശക്തമായ നിരീക്ഷണവും ശ്രദ്ധയും കോതമംഗലത്തിന് മേൽ എപ്പോഴേയുണ്ട്. കുട്ടമ്പുഴ, കീരമ്പാറ, നെല്ലിക്കുഴി തുടങ്ങിയ കോതമംഗലത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ സർക്കാരിനെതിരെ പൊതുജനങ്ങളെ അണിനിരത്തിയുള്ള സമരം പല കുറി കോൺഗ്രസ് നടത്തിക്കഴിഞ്ഞു. വലിയ രീതിയിലുള്ള വന്യജീവി ആക്രമണം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണിത്. ഒട്ടേറെ പേർ മരിച്ചു വീണ മണ്ഡലം കൂടിയാണിത്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോതമംഗലത്തെ C ക്ലാസിൽ നിന്ന് A ക്ലാസിലേക്ക് മാറ്റി എഴുതുമെന്ന് പ്രഖ്യാപിക്കുകയാണ് എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം.